നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഒരു കഥ പറയാം. കഴിഞ്ഞ ദിവസം മമ്മൂട്ടി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ. കഴിഞ്ഞ ദിവസം എറണാകുളത്തപ്പൻ അമ്പലത്തിൽ അന്നദാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടിയാണ് അല്ലേ, പത്മശ്രീ ആയിരുന്നു, ഇപ്പോൾ പത്മഭൂഷണായത്. ശ്രീ മമ്മൂട്ടിയെ അദ്ദേഹത്തിൻ്റെ ആ പത്മഭൂഷൺ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചടങ്ങായിരുന്നു അത്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിച്ചു. അദ്ദേഹം വന്ന് നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്തു. ഇലയിൽ വിഭവങ്ങൾ വിളമ്പി കുറേ ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് അദ്ദേഹം പോയത് എന്ന് നമ്മൾ മീഡിയ വഴിയൊക്കെ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് അത് വല്ലാതെ ആകർഷിച്ചു. ഇങ്ങനെയൊരു സന്ദർഭം തന്നതിൽ സന്തോഷം പറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന്, മനുഷ്യൻ്റെ മനസ്സിലും ഇതുപോലെ മാറ്റങ്ങളുണ്ടാവട്ടെ എന്നൊരു സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞു. അത് പലർക്കും കൊണ്ടിട്ടുണ്ടാവും. കാരണം പലരും നിലവിളക്ക് ഞാൻ കൊളുത്തില്ല, നിലവിളക്ക് ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം അതാരൊക്കെയാണെന്ന്. ആരായാലും അല്ലേ, എല്ലാ വിഭാഗത്തിലും ഞാൻ നിലവിളക്ക് കത്തിക്കില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാർ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചൊരു കഥയുണ്ട്. ഒരു അച്ഛൻ 2 ആൺമക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബുദ്ധിവൈഭവം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 1 രൂപ കൊടുത്തു 2 പേർക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ 1 രൂപ കൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് 2 മുറികൾ കൊടുത്തു, ആ മുറികൾ നിറയ്ക്കണം. ഈ 1 രൂപ കൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം, മുറികൾ നിറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഈ 1 രൂപ കൊണ്ട് നിങ്ങൾ ആ മുറി നിറയ്ക്കണം. മുറി അതായത് എത്ര ദിവസത്തിനകം ആ മുറി നിറഞ്ഞിരിക്കണം ഈ 1 രൂപ കൊണ്ട്. അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നു അത്. എത്ര ദിവസത്തിനകം നിറയ്ക്കണം. അപ്പോൾ അതിൽ ഒരു മകൻ, അപ്പം ദിവസമായപ്പം അദ്ദേഹം മുറികൾ പരിശോധിച്ചു. ഒരു മകൻ്റെ മുറിയുടെ അടുത്തോട്ട് അടുക്കാൻ പറ്റാത്തത്ര ഭയങ്കരമായ നാറ്റമാണ്. അതായത് മനുഷ്യവിസർജ്യം. അതായത് നമ്മുടെ NSSൽ നമ്മുടെ ശ്രീ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനം, പമ്പയിൽ ഒഴുകുന്നതെന്ന് പറഞ്ഞ അതേ സാധനം മനുഷ്യവിസർജ്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. 1 രൂപയ്ക്ക് പുള്ളി നോക്കിയപ്പോൾ കിട്ടുന്ന സാധനം അത് മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി അത് വെച്ചാണ് ഇത് നിറച്ചിരിക്കുന്നത്. ആ വൃത്തികെട്ട സാധനം കണ്ട് ഒരു മുറി മുഴുവൻ 1 രൂപയ്ക്ക് കിട്ടുന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്. 1 രൂപയ്ക്കൊക്കെ വിലയുള്ള കാലമാണ് കേട്ടോ. അപ്പം ഞാൻ വായിച്ചപ്പോൾ അതിലും വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1 രൂപ പറഞ്ഞത്. അപ്പം ആ 1 രൂപയ്ക്ക് കിട്ടുന്ന ആ വിസർജ്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ മുറി നിറച്ചു. അപ്പം അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് വളരെ വിഷമിച്ച് അടുത്ത മകനെ ചെന്നു. അടുത്ത മകൻ്റെ അടുത്ത് ചെന്നപ്പം അദ്ദേഹം 75 പൈസ അച്ഛൻ ആദ്യം തിരിച്ചു കൊടുത്തു. അപ്പം നീ മുറിയിൽ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മുറി തുറന്ന് കാണിച്ചു. ഒരു ചെറിയ മൺചിരാത്, ആ മൺചിരാതിലൊരു ശകലം എണ്ണയൊഴിച്ച് ഒരു തിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ആ വെട്ടം ആ മുറിയിലാകെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മുറി നിറയ്ക്കേണ്ട എന്തുകൊണ്ടാണെന്നും അച്ഛൻ പറഞ്ഞില്ല. അപ്പം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമൊക്കെ കൊടുക്കേണ്ട ആരാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി. വളരെ ചെറുപ്പത്തിൽ വായിച്ചൊരു കഥയാണ്. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് പെട്ടെന്ന് ഓടി വന്നത്. കാരണം പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഈ ആദ്യത്തെ മകൻ്റേതുപോലുള്ള വിസർജ്യം പോലുള്ള കാര്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. കാരണം അതിനെ ഒരു വെളിച്ചമായി മാത്രം കണ്ടാൽ അതിനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല അല്ലേ. ഒരു വെളിച്ചം, അതായത് നമ്മളൊരു മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെ ഒരു വെളിച്ചമാണ് ഇതും എന്ന്, എണ്ണതിരി ഇട്ട് കത്തിക്കുന്ന ഒരു വെളിച്ചമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഒരു ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ഒരു കാര്യവും ഇന്നത്തെ കാലത്തില്ല. കാരണം ഒരു കഥയൂടെ ഞാൻ പറയാം, കുറച്ച് നീണ്ടുപോകും. എന്നാലും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഒരു ചേട്ടൻ കല്യാണം ഞങ്ങളെല്ലാം വിളിച്ച കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണത്തിന് തലേന്ന് അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ചേച്ചി ഒരു നിലവിളക്ക് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്തിനാന്ന് ചോദിച്ചു. പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ നമ്മൾ ഈ പെണ്ണ് വന്ന് കയറുമ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ ഒരു ആചാരപ്രകാരം വിളക്ക് കത്തിച്ചാണല്ലോ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അവർക്കും അതുപോലെ വരുന്ന പെൺകുട്ടിയെ നിലവിളക്ക് കത്തിച്ച് അകത്തേക്ക് കയറ്റണം. അവരുടെ കയ്യിൽ നിലവിളക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു നിലവിളക്ക് ചോദിച്ചു. നമ്മൾ നിലവിളക്ക് കൊടുത്തു. അവർ നിലവിളക്ക് കത്തിച്ചാണ് അകത്തോട്ട് കയറിയത്. അതിലെന്താണ് കുഴപ്പം? എന്ത് കുഴപ്പം? ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ പലരുടെയും വീട്ടിൽ കുരിശുള്ള വിളക്ക് കത്തിക്കുന്നുണ്ട്. ഏതുമായിക്കോട്ടെ. ഇനിയിപ്പോൾ മുസ്ലിംസിന് വേണമെങ്കിൽ ഒരു ചന്ദ്രക്കല നക്ഷത്രമുള്ളൊരു വിളക്ക് കത്തിച്ചോളൂ. ഒരു വെളിച്ചമായി മാത്രം കരുതിയാൽ മതി. അതായത് സൂര്യനിൽ അസ്തമിക്കുമ്പം സൂര്യനിൽ നിന്ന് പകരുന്ന പ്രകാശം നമ്മളുടെ വീട്ടിൽ
അങ്ങനെയൊക്കെയാണത് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിയില്ല, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. അതെ, സൂര്യൻ അസ്തമിക്കുമ്പം അതിൽ നിന്നും പകരുന്ന ഒരു വെളിച്ചം നമ്മളെ വീട്ടിൽ കത്തിച്ചു വെക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് അതൊക്കെ പറയുന്നത്. സന്ധ്യയ്ക്ക് അല്ലേ, ആ വെളിച്ചമാണ്. പണ്ടൊക്കെ നിലവിളക്കും മണ്ണെണ്ണവിളക്കും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അത്രയൊക്കെ ചിന്തിച്ചാൽ ഇതിന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് ഞാനിങ്ങനെ മനസ്സിലോർത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്ര അർത്ഥവത്താണ്, എത്ര ആലോചിച്ച്, എത്ര ബുദ്ധിപരമായൊരു വാചകമാണെന്ന് ഞാനത് പെട്ടെന്ന് ചിന്തിച്ചു പോയി. പക്ഷേ പലപ്പോഴും എനിക്കതിനകത്ത് വിഷമം തോന്നിയൊരു കാര്യം, നമ്മുടെ ലാലേട്ടന് ദാദാസാഹിബ് കിട്ടുമ്പം അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഇതെടുത്ത് എന്നെ വിമർശിക്കാൻ വരണ്ട. അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു ഈ പറഞ്ഞ പോലെ എന്തുവാ മീഡിയയോടുള്ള സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം ഏതോ ഒരു മീഡിയക്കാരൻ ചോദിക്കും ദൈവമാണോ തന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് തിരുത്തിയിട്ട് എൻ്റെ തൊഴിലിനെ ഞാൻ ദൈവമായിട്ടാണ് കാണുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് തിരുത്തി പറഞ്ഞു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല. ഞാനത് കേട്ടപ്പം മനസ്സിൽ വിചാരിച്ചു പുള്ളി എന്തിനാണ് അങ്ങനെ തിരുത്തി പറഞ്ഞത്. ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇപ്പം മമ്മൂക്കയ്ക്കാണ് അങ്ങനെ കിട്ടിയതെങ്കിൽ അദ്ദേഹം അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കേണ്ട കാര്യമാണോ, അതോ അത് മനഃപൂർവ്വമാണോ? ഇത് ഇപ്പം ലാലേട്ടൻ ഫാൻ, ഞാനും ഒരു ലാലേട്ടൻ ഫാൻ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്കെന്തോ സങ്കടം വന്നു. അപ്പം നിലവിളക്കിനെ ആരും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കുരിശു വെച്ചതോ ഇനിയും ചന്ദ്രക്കല വെച്ചതോ അല്ലെങ്കിൽ എന്തുമായാലും ഒരു വെളിച്ചമെന്ന് മാത്രം അതിനെ കണ്ടാൽ അതിനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അതൊരു പ്രകാശമാണ്. ആ പ്രകാശം എല്ലാവരിലേക്കും പകരട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എനിക്കിത് കണ്ടപ്പം ഇങ്ങനൊരു കാര്യം പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ പഴയ കാര്യം ഞാൻ ഇങ്ങനെ ഓർത്തു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതാണ് എനിക്കിത് പറയാനുള്ളത്. ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ബൈ.